ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സ്വസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദെ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം പുതിയ സ്കന്ധം 12-ാം അധ്യായം കഴിഞ്ഞ് 13-ാമത്തെ അധ്യായം ആരംഭിച്ചു. 13-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇന്ന് ശ്രീമദ് ഭാഗവതം പുതിയ സ്കന്ധം 13-ാം അധ്യായം 9-ാമത്തെ ശ്ലോകം മുതലാണ് ആരംഭിക്കുന്നത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. പഹനാവതു പഹനോദ്ഭുനക്തു പഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദുർവായനോ വിരഹകാതരയാജുഹാവാം പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മണിമാനദോസ്മി. സമാദരണീയരെ എല്ലാ പഠിതാക്കൾക്കും നീലമായ പ്രണാമം. തൃതീയ സ്കന്ധം 13-ാം അധ്യായം 8 വരെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. അതെ, ഇനി 9 മുതൽ എടുക്കാം. ബ്രഹ്മോവാച പ്രീതസ്തുഭ്യമഹം താതസ്വസ്തിസ്താദ്വാം ക്ഷതീശ്വരാം നിർവിളീകേന ഹൃദാശാധി മേത്യാത്മാനാത്മനാത്മിതം. പ്രീതഃ തുഭ്യം അഹം താത. താത എന്ന് വിളിച്ചത് കുഞ്ഞെ എന്നുള്ള അർത്ഥത്തിൽ വിളിച്ചാണ്. തുഭ്യം അഹം പ്രീതഃ, നിന്നോട് ഞാൻ പ്രീതിയുള്ളവനായി തീർന്നിരിക്കുന്നു. സ്വസ്തിസ്താദ് വാം ക്ഷിതീശ്വര. താദ് വാം താദ്വാം. സ്വസ്തി മംഗളം. താദ് ഭവിക്കട്ടെ. വാം നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഹേ ക്ഷിതീശ്വര, അല്ലയോ രാജാവേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും മംഗളം ഭവിക്കട്ടെ. യത് നിർവ്യളീകേന ഹൃദാ ശാധി മാ ഇതി ആത്മനാത്മിതം. യത് എന്തെന്നാൽ നിർവ്യളീകേന, വെളീകം കള്ളത്തരം, നിർവ്യളീകേന കള്ളത്തരമില്ലാതെ, ഹൃദയത്തോടുകൂടി, മാ എന്നെ, ശാധി ശാസിച്ചാൽ, എന്ന് ആത്മനാ ആത്മാവിൽ അർപ്പിതം സമർപ്പിക്കപ്പെട്ടുവെന്ന് യാതെന്നാണോ ഹേ രാജാവേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും മംഗളം ഭവിക്കട്ടെ. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ, എന്നോട് ആജ്ഞാപിച്ചാലും എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്, അങ്ങയുടെ മകനായതുകൊണ്ട് ആജ്ഞാപിച്ചുള്ളൂ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുമ്പിൽ ഒന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നിങ്ങളുടെ ശരീരത്തെ എനിക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തില്ലേ. അപ്പൊ ഞാൻ സന്തോഷിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും മംഗളം ഭവിക്കട്ടെ. നിർവിളീകേന ഹൃദ മാ ശാധി ഇതി ആത്മന അർപ്പിതം ഇതി. ഞങ്ങളുടെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന് കള്ളത്തരം ലേശം പോലുമില്ലാതെ നിങ്ങൾ എന്നോട് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പ്രീതനായി. നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ എന്ന് ബ്രഹ്മാവ് അവരെ ആശ്വസിപ്പിക്കലായി. പ്രീതസ്തുഭ്യമഹം താതസ്വസ്തിസ്താദ്വാം ക്ഷതീശ്വര നിർവിളീകേന ഹൃദാശാധിമേത്യാത്മനർപ്പിതം. നിർവിളീകേന ഹൃദ മാ ശാധി ആത്മന അർപ്പിതം യത് ക്ഷിതീശ്വര വാം സ്വസ്തിസ്താത് തുഭ്യം അഹം പ്രീതഃ.
പ്രീതസ്തുഭ്യമഹം താതസ്വസ്തിസ്താദ്വാം ക്ഷിതീശ്വരാം എന്നർവിളീകേന ഹൃദാ സാധി മേത്യാത്മനർപ്പിതം. പ്രീതസ്തുഭ്യമഹം താതസ്വസ്തിസ്താദ്വാം ക്ഷിതീശ്വരാം എന്നർവിളീകേന ഹൃദാ സാധി മേത്യാത്മനർപ്പിതം. ഏതാവത്യാത്മജൈർവീര കാര്യാഹ്യപചിതദ്ഗുരൗ ശക്തി അപ്രമത്തേർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. ഏതാവതി ആത്മജൈഃ വീരകാര്യ. ആത്മജന്മാരാൽ, പുത്രന്മാരാൽ ഏതാവതി കാര്യം, ഇത്രയാണ് ചെയ്യപ്പെടുന്നത്. പുത്രന്മാർ ഒരു പിതാവിനോട് ഇത്രയുമൊക്കെയാണ് ചെയ്യപ്പെടുന്നത്. മാതാപിതാക്കളോടോ ഗുരുക്കന്മാരോടോ പുത്രന്മാർക്ക് ചെയ്യാവുന്ന ഒരു പൂജ ഇത് തന്നെയാണ്. ഏതാവതി ആത്മജൈർവീര കാര്യ ഹി അപചിതർഗുരോ. ഗുരുവിൽ ഉള്ള അപചിതി, അപ്രമത്തവും ഗതമത്സരവുമായ ശക്തി കൊണ്ട് സ്വീകരിക്കണം. ഇത്രത്തോളം പൂജ, അപചിതിക്ക് പൂജ, ആരാധന എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അപചിതി എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗുരു അപചിതി കാര്യ, ഗുരുവിൽ പൂജ ചെയ്യപ്പെടേണ്ടത് ഇത്രത്തോളമാണ്. ശിഷ്യന്മാർ അല്ലെങ്കിൽ പുത്രന്മാർ മാതാപിതാക്കളോട് ഗുരുക്കന്മാരോട് ചെയ്യേണ്ട പൂജ ഇത്രമാത്രമാണ്. ശക്തിയ അപ്രമത്തൈർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. ശക്തിയോടുകൂടി, അപ്രമത്തൈഹി ഇളകി നടക്കാത്തവരായിട്ട്, ഗതമത്സരൈഹി മത്സരമില്ലാത്തവരായിട്ട്, സാദരം ഗൃഹ്യേത അവരെ ആദരവോടുകൂടി, ഗൃഹ്യേത സ്വീകരിക്കേണ്ടതാണ്. അതായത് ഗുരുജനങ്ങളുടെ ആജ്ഞയെ ശക്തിക്കനുസരിച്ച് ഒരു ദോഷവും അതിൽ കാണാതെ ശ്രദ്ധയോടെ അനുസരിക്കണം. അത് നീ ചെയ്ത് കഴിഞ്ഞിരിക്കാം. ശക്തി അനുസരിച്ച് ഇളകി നടക്കാതെ അടങ്ങി സ്വസ്ഥനായിരുന്നു കൊണ്ട് ഗതമത്സരമില്ലാതെ ആദരവോടുകൂടി ഗുരുവിനാൽ പറയപ്പെടുന്ന കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ഗൃഹ്യേത. ഇങ്ങനെ മാതാപിതാക്കളോ ഗുരുക്കന്മാരോ പറയുന്നത് അനുസരിക്കലാണ് ശിഷ്യന് അല്ലെങ്കിൽ പുത്രന്മാർക്ക് മാതാപിതാക്കളോടോ ഗുരുവിനോടോ ചെയ്യേണ്ട പൂജ. ഒന്നുമില്ല, പറഞ്ഞാൽ കേൾക്കണം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഷ. അത് പറഞ്ഞാൽ കേൾക്കുക എന്ന് പറയുന്നത് ആരാണോ പറഞ്ഞത് അവരെ അനുസരിക്കൽ എന്നുള്ള ഒരു പൂജയാണത്. അതൊരു ദൈവിക കർമ്മമാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് ബ്രഹ്മാവ് പുത്രനെ അനുമോദിച്ചത്. ഒരു പിതാവും ഒരിക്കലും ഒരു പുത്രനെ ഇങ്ങനെ അനുമോദിക്കാറില്ല. ബ്രഹ്മാവ് തൻ്റെ ആദ്യം ലഭിച്ച ഈ പുത്രനെ ഇതുപോലെയാണ് അനുമോദിച്ചത്. കാരണം നിങ്ങൾ ചെയ്ത ഒരു വലിയ പൂജയാണിത് എന്നോട്. ഏതാവത്യാത്മജൈർവീര കാര്യാഹ്യപചിതഗുരു ശക്തി അപ്രമത്തേർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. അപ്രമത്തൈഃ ഗതമത്സരൈഃ ആത്മജൈഃ ശക്തിയാ സാദരം ഗൃഹ്യേത വീര ഗുരൗ ഏതാവതി അപചിതിഃ കാര്യ. ഏതാവത്യാത്മജൈർവീരകാര്യാഹ്യപചിതർഗുരൗ ശക്തി അപ്രമത്തേർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. ഏതാവത്യാത്മജൈർവീരകാര്യാഹ്യപചിതർഗുരൗ ശക്തി അപ്രമത്തേർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. തത്വമസ്യാമപത്യാനി സദൃശന്യാത്മനോ ഗുണേ ഉത്പദ്യശാഫധർമ്മേണ ഗാം യജ്ഞൈ പുരുഷം യജാം. സത്വം അങ്ങനെയുള്ള നീ, അനുസരണയുള്ള നീ, പിതാവിൻ്റെ വാക്ക് ഒരു പൂജ പോലെ കേട്ട് നിർവഹിക്കാൻ തയ്യാറായവനായ നീ, അസ്യാം അപത്യാനി
ആ നീയ് അഫ്യാം ഇവളിൽ അവത്യാനി സന്താനങ്ങളെ ഉത്പാദിപ്പിച്ചിട്ട് ഫദിഷങ്ങളായ നിനക്ക് തുല്യങ്ങളായ പുത്രന്മാരെ ഉത്പാദിപ്പിച്ചിട്ട് ആത്മനോ ഗുണൈഹി തൻ്റെ ഗുണങ്ങളോട് സദൃശമായ പുത്രന്മാരെ സൃഷ്ടിച്ചിട്ട് ഉത്പാദിപ്പിച്ചിട്ട് ധർമ്മേണ ഗാം ശാഫ ധാർമ്മികമായ ചിന്തയോടെ ഭൂമിയെ പരിപാലിക്കും. ഗാം എന്ന ഭൂമിയെ, ശാഫ രക്ഷിക്കൂ എന്നർത്ഥം. യജ്ഞൈഹി പുരുഷം യജ യജ്ഞങ്ങളെ കൊണ്ട് ഈശ്വരപൂജയും ചെയ്യണം. പരമപുരുഷനെ യജിക്കുകയും വേണം. അപ്പം നിനക്ക് സദൃശമായ സന്താന പരമ്പരകളെ സൃഷ്ടിച്ചിട്ട് അത് നിന്റെ ഗുണങ്ങൾക്ക് തുല്യരായ പുത്രന്മാരെ സൃഷ്ടിച്ചിട്ട് ധർമാനുസരണം ഭൂമി ഭരിക്കണം. യജ്ഞാനുസരണം പരമപുരുഷനെ യജിക്കുകയും വേണം. രണ്ടും ചെയ്യണം. ഇപ്പൊ രാജാവിന് ഈശ്വര പൂജ അല്ലെങ്കിൽ യജനം അനിവാര്യമാണ് എങ്കിൽ മാത്രമേ രാജ്യധർമ്മ പരിപാലനം ധാർമ്മികമായി വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഭരണാധിപന്മാർ തിരിച്ചറിഞ്ഞാൽ നന്ന് എന്നേ പറയാനുള്ളൂ. കാരണം ഈ ഒരു ചിന്തയോടുകൂടി മാത്രമേ രാജ്യം ഭരിച്ചാലേ ഭരണം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ ഇപ്പോൾ സന്താനങ്ങളെ സൃഷ്ടിച്ചിട്ട് രാജ്യപരിപാലനം ചെയ്യൂ. സത്വമസ്യാമപത്യാനി സദിശന്യാത്മനോ ഗുണൈ ഉത്പാദ്യ ശാഫധർമ്മേണ ഗാം യജ്ഞൈ പുരുഷം യജാം. സഹത്വം സദിശാനി അപത്യാനി അസ്യാം ഉത്പാദ്യ ധർമ്മേണ ഗാം ശാഫ യജ്ഞൈ പുരുഷം യജാം. സത്വമസ്യാമപത്യാനി സദിശന്യാത്മനോ ഗുണൈ ഉത്പാദ്യ ശാഫധർമ്മേണ ഗാം യജ്ഞൈ പുരുഷം യജാം. സത്വമസ്യാമപത്യാനി സദിശന്യാത്മനോ ഗുണൈ ഉത്പാദ്യ ശാഫധർമ്മേണ ഗാം യജ്ഞൈ പുരുഷം യജാം. പരംശൂഷണം മഹ്യം പ്രജാരക്ഷയാമർവാ ഭഗവം സ്തേ പ്രജാഭർത്തുർ ഹൃഷീകേശോ ദുഷ്യതി. പരം ശുശ്രൂഷണം മഹ്യം എനിക്ക് വേണ്ടി എനിക്ക് അയക്കുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായത് ശുശ്രൂഷയാണ്. എനിക്ക് ചെയ്യാനുള്ള പരിചര്യയാണ്. ആകട്ടെ പ്രജാരക്ഷയാമൃത, ഹേ രാജാവേ, പ്രജകളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ചെയ്യാനുള്ള പരിചര്യമായിട്ട് ഭക്തി. നീ എങ്ങനെയൊക്കെ പ്രജകളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്നുവോ അതൊക്കെ ഏറ്റവും ഉത്കൃഷ്ടമായ പിതാവിനോട് ചെയ്യുന്ന ഒരു ആരാധനയായിട്ട് തീരും. ഭഗവാൻ തേ പ്രജാഭക്തുർ ഹൃഷീകേശോ ദുഷ്യതി. അങ്ങ് രാജാവാണ്, പ്രജാഭർത്തു. ഹൃഷീകേശ അനുതുഷ്യതി. ഒരു രാജാവ് ചെയ്യേണ്ട പിതൃശുശ്രൂഷയും ഈശ്വരപൂജയും പ്രജകളെ പരിപാലിക്കുക എന്നുള്ള പ്രവൃത്തി ഒന്ന് മാത്രമാണ് സാരം. ലോകസംരക്ഷാരൂപമായ സ്വധർമ്മത്തെ തെറ്റുകൂടാതെ നടത്തുന്നവരെല്ലാം ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭവിക്കുകയും ചെയ്യാം. ഭഗവംസ്തേ പ്രജാഭർത്തുർ ഋഷികേശോര ദുഷ്യതി. അങ്ങ് വേണ്ട വിധത്തിൽ പ്രജകളെ ഭരിച്ചാൽ, രാജ്യരക്ഷണം ചെയ്താൽ ഋഷികേശൻ ഭഗവാൻ സന്തോഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പൂജ രാജ്യഭരണമാണ്, പ്രജകളെ രക്ഷിക്കലാണ്, രാജധർമ്മമാണ്. നിങ്ങളത് ചെയ്യാൻ തയ്യാറായതിൽ വളരെയധികം സന്തോഷം. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ ഭഗവാൻ തേ പ്രജാഭർത്തു ഋഷികേശോ അനുദുഷ്യതി. ഹേ നൃപ,
പ്രജാരക്ഷയാ മഹ്യം പരം ശുശ്രൂഷണം സ്യാത് പ്രജാഭർത്തുഃ തേ ഹൃഷീകേശഃ ഭഗവാൻ അനുതുഷ്യതി. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപാം ഭഗവാൻ തേ പ്രജാഭർത്തുർഹൃഷീകേശോനുതുഷ്യതി. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപാം ഭഗവാൻ തേ പ്രജാഭർത്തുർഹൃഷീകേശോനുതുഷ്യതി. യേഷം ന ദുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദന തേഷാം സമൂഹ്യപാർത്ഥായ യദാത്മാ അനാദൃതസ്വയം. യേഷം ന ദുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദന. യജ്ഞലിംഗനായ ജനാർദ്ദനൻ യജ്ഞമാകുന്ന ശരീര അടയാളത്തോടുകൂടിയവൻ. ലിംഗം അടയാളം. യജ്ഞത്തിലെ ഓരോ ഭാഗങ്ങളും ഭഗവാന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ്. ഒന്ന് യജ്ഞലിംഗനായ ജനാർദ്ദനൻ ഭഗവാൻ. ക്ലാസ്സിലാണ് 10 യജ്ഞലിംഗനായ ഭഗവാൻ ജനാർദ്ദന. സാക്ഷാൽ ഭഗവാൻ അജ്ഞന്മാരായ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവനായ ഭഗവാൻ. അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഭഗവാൻ ജനാർദ്ദന. യജ്ഞലിംഗോ ജനാർദ്ദന ഭഗവാൻ യേഷാം ന തുഷ്ടഃ. ആരുടെ നേർക്കാണോ സന്തോഷിക്കാത്തത് തേഷാം ശ്രമോഹി അപാർത്ഥായ. അവരുടെ ശ്രമം ഒരു പ്രയോജനമില്ലാത്തതാണ്. യജ്ഞലിംഗനാണ് ഭഗവാൻ. നമ്മൾ ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളുടെയും ഫലം ഈശ്വരനാണ് നമുക്ക് തരുന്നത്. ഭഗവാൻ സന്തുഷ്ടനായില്ല എങ്കിൽ നമ്മുടെ ശ്രമം വെറുതെയാണ്, വൃഥാവിലാണ്. ആത്മാ സ്വയം അനാദൃതഃ. ആത്മാവ് സ്വയം ആദരിക്കപ്പെട്ടില്ല. യജ്ഞങ്ങളുടെ ഫലം ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ്. 3 പുരുഷാർത്ഥത്തെയും അന്തിമമായ മോക്ഷവും നൽകേണ്ടവനാണ് ഭഗവാൻ. ആ ഭഗവാൻ തന്നെ തൻ്റെ ആത്മാവിന് നമ്മളുടെ ആത്മാക്കൾക്ക് ബാധിച്ചിരിക്കുന്ന അജ്ഞാനത്തെ മാറ്റിയിട്ട് മോക്ഷത്തെ നൽകാൻ കരുത്തുള്ളവനാണ് ഭഗവാൻ. അപ്രകാരമുള്ള ഭഗവാനെ സന്തോഷിപ്പിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വ്യർത്ഥമാണ്. അപ്പോൾ അവരെ തന്നെ ആദരിക്കാത്തവരാണ്. സ്വയം ആദരമില്ലാത്തവരായിട്ട് മാറും. സ്വന്തം ആത്മാവിൽ പ്രസാദമുണ്ടെങ്കിൽ മാത്രമേ ഈശ്വര പ്രസാദം ഉണ്ടാവുള്ളൂ എന്ന് എപ്പോഴും വിചാരിക്കാം. ആത്മാവ് സന്തോഷിച്ചാൽ ഈശ്വരന്റെ പ്രസാദം കൊണ്ടാണ് എന്ത്. ഈ ആത്മസന്തോഷം കിട്ടുന്നില്ലെങ്കിൽ ഈശ്വരന്റെ പ്രസാദം ലഭിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. അതുകൊണ്ട് രാജ്യഭരണം നടത്തുമ്പോഴൊക്കെ തന്നെ ഈശ്വര സേവ അനിവാര്യമാണ്. ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ രാജ്യഭരണം വേണ്ട വിധത്തിൽ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രമമെല്ലാം വൃഥാവിലായിത്തീരും എന്ന് രാജാവിനോട് അല്ലെങ്കിൽ പുത്രനായ മനുവിനോട് ബ്രഹ്മ പറയുക. യേഷാം ന ദുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദന തേഷാം സമൂഹ്യപാർത്ഥായേതാത്മാനാദൃതസ്വയം. യജ്ഞലിംഗഃ ജനാർദ്ദനഃ ഭഗവാൻ യേഷാം ന തുഷ്ടഃ തേഷാം ശ്രമഃ അപാർത്ഥായ യത് ആത്മാ സ്വയം അനാദൃതഃ. യേഷാം ന ദുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദന തേഷാം ശ്രമോഹ്യപാർത്ഥായ യദാത്മാനാദൃതസ്വയം. യേഷാം ന ദുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദന
തേഷാം സമൂഹ്യപാർത്ഥായ യഥാത്മാനാദതസ്വയം. മനുരുവാച. ഇത് കേട്ടപ്പോൾ മനു തിരിച്ച് മറുപടി പറഞ്ഞു. ആദേശേഹം ഭഗവതോ വർത്തയാമീവ ഭൂതനാം സ്ഥാനം ത്വിഹാനുജാനീഹി പ്രജാനം മമ ച പ്രഭോ. ആദേശേ അഹം, അങ്ങയുടെ ആജ്ഞയിൽ, ഭഗവതോ ആദേശേ അഹം വർത്തേയ, ഭഗവാനായ അങ്ങയുടെ ഉപദേശത്തിൽ ആജ്ഞയിൽ ഞാൻ ജീവിച്ചു കൊള്ളാം. അമീവ ഭൂതന, പാപനാശകനായ, അമീവം പാപം, ഭൂതനം നശിപ്പിക്കുന്നവൻ, അമീവ ഭൂതന പാപവിനാശക, അങ്ങയുടെ ആജ്ഞയിൽ ഞാൻ വർത്തിച്ചു കൊള്ളാം. ഇവിടെ പ്രജകൾക്കും എനിക്കും ഒരു വാസദേശം കൽപ്പിച്ചു തന്നാലും സ്ഥാനം ത്വിഹ അനുജാനീഹി പ്രജാനാം മമ ച പ്രഭു. അങ്ങയുടെ ആജ്ഞ ഞാൻ പാലിച്ചു കൊള്ളാം. പാപനാശനായ അങ്ങേ തന്നെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഞാൻ സൃഷ്ടിക്കുന്ന പ്രജകൾക്ക് ഒരു ഇരിപ്പിടം വേണം, എനിക്കും വേണം. അതെവിടെയാണ്? എനിക്കിരിക്കാനുള്ള സ്ഥലമില്ല. എൻ്റെ പ്രജകൾക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ സൃഷ്ടിക്കുന്ന വസ്തുക്കളൊക്കെ എവിടെ പ്രതിഷ്ഠിക്കും? എവിടെയാണ് ഇവരെ ഞാൻ സ്ഥിതി ചെയ്യിക്കേണ്ടത്? ആദേശേഹം ഭഗവതോ വർത്തേയാമീവ ഭൂതനാം സ്ഥാനം ത്വിഹാനുജാനീഹി പ്രജാനം മമ ച പ്രഭോ. ഹേ പ്രഭോ, അമീവ ഭൂതന, ഭഗവതഃ ആദേശേ അഹം വർത്തേ ഇഹ പ്രജാനാം മമ ച സ്ഥാനം അനുജാനീഹി. ആദേശേഹം ഭഗവതോ വർത്തേയാമീവ ഭൂതനാം സ്ഥാനം ത്വിഹാനുജാനീഹി പ്രജാനം മമ ച പ്രഭോ. ആദേശേഹം ഭഗവതോ വർത്തേയാമീവ ഭൂതന സ്ഥാനം ത്വിഹാനുജാനീഹി പ്രജാനം മമ ച പ്രഭോ. യദോകഃ സർവസത്വാനാം മഹീമഗ്നാമഹംഭവീ അഫ്യാ ഉദ്ധരണേ യത്നോ ദേവദേവ്യാ വിധീയതാം. ഇത് ഓകഃ സർവസത്വാനാം, എല്ലാ ജീവികൾക്കും, സത്വങ്ങൾ പ്രാണികൾ ജീവികൾ, എല്ലാ പ്രാണികൾക്കും യത് ഓകഃ, യാതൊന്നാണോ വാസസ്ഥാനം. ഓകഃ എന്നുവെച്ചാൽ വാസസ്ഥാനം. ദിവൗകഫ എന്നൊക്കെ ഉള്ള പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചാണ്. ദിവം ഓകമായിട്ടുള്ളവൻ ആരോ അവൻ ദിവൗകഫൻ. ഓകം വാസസ്ഥാനം. ജലൗകഫ, ജലം വാസസ്ഥാനമാക്കിയവർ ജലൗകഫന്മാർ, ദിവൗകഫന്മാർ, വനൗകഫന്മാർ, വനം വാസസ്ഥാനമാക്കിയവർ. അതുപോലെയാണ് ഇവിടെയും അങ്ങയുടെ യദോക സർവസത്വാന, എല്ലാ പ്രാണിവർഗങ്ങൾക്കും യാതൊന്നാണോ ഓകമായി തീർന്നിരിക്കുന്നത്, ആ മഹി മഗ്നാമഹംഭവി, ആ ഭൂമി വലിയ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാണ്. ഞാൻ സൃഷ്ടിക്കുന്ന വസ്തുക്കളൊക്കെ ആ ഭൂമിയിലല്ലേ ഇരുത്തണ്ടേ? അതിന് ഭൂമിയിലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? മഹി മഗ്നാമഹാംഭവി, ഭൂമി വലിയ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അഫ്യാഹ ഉദ്ധരണേ, ആ ഭൂമിയുടെ ഉദ്ധരണത്തിൽ യത്നോ ദേവ ദേവ്യാ വിധീയത, അതിലുള്ളൊരു യത്നം ഹേ ദേവ ദേവിയോടൊപ്പം അങ്ങ് വിധിച്ചാലും, ദേവ്യാ ദേവിയോടൊപ്പം വിധീയത വിധിച്ചാലും. അപ്പൊ ഞാൻ സൃഷ്ടിക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ സൃഷ്ടിക്കുന്ന വസ്തുക്കളൊക്കെ ഇവിടെ വെക്കും? ഭൂമിയിലല്ലോ. ആദ്യം വസ്തുക്കൾ വയ്ക്കാനുള്ള ഇടം വേണ്ടേ?
അതിന് ഭൂമിയാ വേണ്ടത്. ഇപ്പൊ ഭൂമിയില്ല, അതോടെ പോയിരിക്കാൻ മഹാപ്രളയത്തിൽ വെള്ളത്തെ മുങ്ങിക്കിടക്കാം. അപ്പൊ അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ശ്രമം ചെയ്താൽ ഞാൻ സൂക്ഷിച്ചോളാം. ഇതാണ് മനു ബ്രഹ്മാവിനോട് അപേക്ഷിച്ചത്. യഥോക സർവസത്വാനം മഹീമഗ്നാമഹാം ഭവേ അസ്യാ ഉദ്ധരണേ യത്നോ ദേവ ദേവ്യാ വിധീയതാം. സർവസത്വാനാം ഓകഃ യത് മഹീ മഹാംഭവി മഗ്നാ അസ്യാഹ ദേവ്യാഹ ഉദ്ധരണേഃ ദേവ യത്നഃ വിധീയതാം. യഥോക സർവസത്വാനാം മഹീമഗ്നാമഹാംഭവി അസ്യാഹ ഉദ്ധരണേ യത്നോ ദേവദേവ്യാ വിധീയതാം. യഥോക സർവസത്വാനാം മഹീമഗ്നാമഹാംഭവി അസ്യാ ഉദ്ധരണേ യത്നോ ദേവദേവ്യാ വിധീയതാം. പരമേഷ്ടിത്വപാം മധ്യേ തഥാം തന്നാമവേക്ഷകാം കഥമേനാം സമുന്നേഷ്യ ഇത് ദധ്യൗ ധിയാചിരം. പരമേഷ്ടി തു ബ്രഹ്മാവാകട്ടെ, പരമേഷ്ടി ബ്രഹ്മാവ്, അപാമധ്യേ ജലമധ്യത്തിൽ, തഥാ അങ്ങനെ തന്നെ, പന്നാം അവേക്ഷകാം മഗ്നയായ ഭൂമിയെ കണ്ടിട്ട്, പന്നാം മഗ്നയായ, അവേക്ഷ കണ്ടിട്ട്, ഗാം ഭൂമിയെ. അപ്പൊ പരമേഷ്ഠിയായ ബ്രഹ്മാവ് ഭൂമി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടിട്ട്, കഥം ഏനാം സമുന്നേഷ്യേ ഇതി, ഇവളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും? കഥം എങ്ങനെയാണ്, ഏനാം ഇവളെ, സമുന്നേഷ്യേ ഉയർത്തുക, ഇതി ദധ്യൗ ധ്യാനിച്ചു, ധിയാചിരം ധീ കൊണ്ട്, ബുദ്ധി കൊണ്ട് വളരെ സമയം ഇങ്ങനെ ദധ്യൗ ആലോചന നിമഗ്നനായിട്ടിരുന്നു. പരമേഷ്ഠിത്വം മധ്യേ തഥാ സന്നാമവേക്ഷകാം കഥമേനാം സമുന്നേഷ്യ ധിയാചിരം. പരമേഷ്ഠിതു അപാമധ്യേ തഥാ ഫന്നാം ഗാം അവേക്ഷ്യ ഏനാം കഥം സമുന്നേഷ്യേ ഇതി ധിയാചിരം ദധ്യൗ. പരമേഷ്ഠിത്വം മധ്യേ തഥാ ഫന്നാമവേക്ഷകാം കഥമേനാം സമുന്നേഷ്യ ഇതി ദധ്യൗ ധിയാചിരം. പരമേഷ്ഠിത്വം മധ്യേ തഥാ ഫന്നാമവേക്ഷകാം കഥമേനാം സമുന്നേഷ്യേതി ദധ്യൗ ധിയാചിരം. സൃജതോ മേ ക്ഷിതുർവാഗ്ഭേ പ്ലാവ്യമാനാരസം ഗതാം അഥാത്രയം അനുഷ്ഠേയം അസ്മാഭിः സ്വർഗയോജിതൈഃ. സൃജതോ മേ ക്ഷിതി വാഗ്ഭിः പ്ലാവ്യമാനാരസം ഗതാം. ബ്രഹ്മാവ് തന്റെ വിചാരം ഒന്ന് അവതരിപ്പിക്കുകയാണ്. സൃജത്തോമേ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക്, ക്ഷിതിഹി ഭൂമി, വാർഭിഹി വെള്ളങ്ങളാൽ, പ്ലാവ്യമാനാഹ മുങ്ങപ്പെട്ടതായിട്ട്, രസാംഗത പാതാളത്തിലേക്ക് പോയി. ഞാൻ സൃഷ്ടികർമ്മങ്ങൾ ചെയ്ത് നിർവഹിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ഭൂമി വെള്ളത്തിൽ മുങ്ങിയിട്ട് പാതാളത്തിലേക്ക് മുങ്ങിപ്പോയി, കാണാനില്ല. അഥാത്രകം അനുഷ്ഠേയം അസ്മാഭി, അസ്മാഭിഹി അഥാത്രകം അനുഷ്ഠേയം. നമ്മാലിനി എന്താണ് ചെയ്യപ്പെടേണ്ടത്? സർഗയോജിതൈഹി, സൃഷ്ടിയിൽ നിയോഗിക്കപ്പെട്ട ഞങ്ങളാൽ ഇനി എന്താ ചെയ്യേണ്ടത്? അഥാത്രകം അനുഷ്ഠേയം അസ്മാഭി സർഗയോജിതൈ. ഞങ്ങളുടെ ജോലി സൃഷ്ടിയാണ്, അതിനാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. അതിൽ വ്യാപരിച്ചിരിക്കുന്ന ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഭൂമിയോട് പോയി ഇല്ല,
വെള്ളത്തെ മുങ്ങി പാതാളത്തിൽ പോയിരിക്കാം. സൃജതോ മേ ക്ഷിതർവാദ്യമാനാരസാം ഗതാം അഥാത്രകിമനുഷ്യേമസ്മാഭിസ്പർദ്ധയോജിതൈ മേ സൃജതഃ ക്ഷിതിഃ വാഗ്ഭിപ്ലാവ്യമാനാഃ രസാം ഗതാം അഥ അത്ര സർഗയോജിതൈഃ അസ്മാഭിः കിം അനുഷ്ഠേയം. സൃജതോ മേ ക്ഷിതർവാഗ്ഭിപ്ലാവ്യമാനാരസാം ഗതാം അഥാത്രകിമനുഷ്ഠേയമസ്മാഭിः സർഗയോജിതൈഃ. സൃജതോ മേ ക്ഷിതർവാഗ്ഭിപ്ലാവ്യമാനാരസാം ഗതാം അഥാത്രകിമനുഷ്ഠേയമസ്മാഭിः സർഗയോജിതൈഃ. യസ്യാഹം ഹൃദയാനാഭം സ ഈശോ വിദധാതു മേ കർത്തവ്യം കരുണാസിന്ധുസ്തീർത്ഥകീർത്തിരഥോക്ഷജാം. യസ്യാഹം ഹൃദയാത് ആസം, ആരുടെ ഹൃദയത്തിൽ നിന്നാണോ ഞാനുണ്ടായത്, യസ്യ യാതൊരുവന്റെ, ഹൃദയാത് ഹൃദയത്തിൽ നിന്നും, അഹം ആസം ഞാനുണ്ടായോ, സ ഈശോ വിദധാതുമേ ആ ഈശ്വരനായ രക്ഷികർത്താവ്, മേ വിദധാതു എനിക്ക് പ്രകാശിപ്പിച്ചു തരട്ടെ, കർത്തവ്യം ചെയ്യപ്പെടേണ്ടത്, കരുണാസിന്ധു അങ്ങ് കാരുണ്യത്തിന്റെ സിന്ധുവാണ്, തീർത്ഥകീർത്തിയാണ്, അധോക്ഷജനാണ്, കീർത്തിയെ പരിശുദ്ധമാക്കുന്നവനാണ്. തീർത്ഥകീർത്തി, കീർത്തിയെ തീർത്ഥമാക്കി മാറ്റുന്നവൻ. അധോക്ഷജനാണ്, ഇന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പുറത്താണ് അങ്ങ്. അതുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തിൽ ജനിച്ച പുത്രനാണ് ഈ ഞാൻ. എൻ്റെ പിതാവ് മഹാകാരുണികനും കീർത്തിമാനും എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്നത് അങ്ങ് തന്നെയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എന്നെ തോന്നിപ്പിക്കട്ടെ എന്ന് ബ്രഹ്മാവ് ചിന്തയിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. യസ്യാഹം ഹൃദയാദാസം സ ഈശോ വിദധാതു മേ കർത്തവ്യം കരുണാസിന്ധുസ്തീർത്ഥകീർത്തിരഥോക്ഷജാം. യസ്യാഹം ഹൃദയാദാസം സ ഈശോ വിദധാതു മേ കർത്തവ്യം കരുണാസിന്ധുസ്തീർത്ഥകീർത്തിരഥോക്ഷജാം. യസ്യ ഹൃദയാത് അഹം ആസം കരുണാസിന്ധുഃ തീർത്ഥകീർത്തിഃ അധോക്ഷജഃ സഹ ഈശഃ മേ കർത്തവ്യം വിദധാതു. യസ്യാഹം ഹൃദയാദാസം സ ഈശോ വിദധാതു മേ കർത്തവ്യം കരുണാസിന്ധുസ്തീർത്ഥകീർത്തിരഥോക്ഷജാം. ഇത്യഭിധ്യായതോ നാസാ വിവരാത് സഹസാനഖാം വരാഹതോഹോ നിരഗാത് അങ്കുഷ്ഠപരിമാണക. ഇതി അഭിധ്യായതഃ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ നാസാവിവരാത് മൂക്കിൻ്റെ സുഷിരത്തിൽ നിന്നും സഹസ പെട്ടെന്ന്, ഹേ അനഘ സംബോധനയാണ്, പാവമില്ലാത്തവൻ, വരാഹതോകഹ ഒരു വരാഹക്കുട്ടി, ഒരു പന്നിക്കുട്ടി, നിരകാത് പുറത്തേക്ക് വന്നു, അങ്കുഷ്ടപരിമാണക പെരുവിരലിനത്രേ ഉള്ളൂ. ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും പെട്ടെന്ന് ഒരു പന്നിക്കുട്ടി താഴേക്ക് ചാടി വീണു. അതിനെ നമ്മുടെ പെരുവിരലിനെ വലിപ്പമേ അതിനുള്ളൂ. വരാഹതോഹോ നിരകാത് അങ്കുഷ്ഠപരിമാണകഃ അങ്കുഷ്ഠപരിമാണകനാണ്. ഇത്യഭിധ്യായതോ നാസാവിവരാത് സഹസാനഘ വരാഹതോഹോ നിരകാദങ്കുഷ്ഠപരിണാമകഃ പരിമാണകഃ. ഇതി അഭിധ്യായതഃ നാസാവിവരാത് ഹേ അനഘ സഹസ അങ്കുഷ്ടപരിമാണകഃ വരാഹതോകഃ നിരകാത്. ഇത്യഭിധ്യായതോ നാസാവിവരാത് സഹസാനഘാം വരാഹതോകോ നിരകാദങ്കുഷ്ഠപരിമാണകഃ. ഇത്യഭിധ്യായതോ നാസാം
വിവരാത് സഹസാനഖാം വരാഹതോകോ നിരകാത് അങ്കുഷ്ഠപരിമാണക. അതിൽ തോകം എന്നുള്ള വാക്ക് മേൽപ്പത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്കുഷ്ഠമാത്ര വപുരുത്പതിതപുരൈവ പുരോപി കുംഭ്യദൃശസ്വമജൃംഭതസ്ത്വം എന്ന വരാഹാവതാരത്തിന്റെ മേൽപ്പത്തൊരു ഈ വരാഹത്തിന്റെ ജനനം, അവതാരം അതിമനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് നാരായണീയത്തിൽ. തസ്യാഭിപശ്യത ഖഫ്തക്ഷണേന കില ഭാരത ഗജമാത്ര പ്രവവൃതേ തവദ്ഭുതമപുന്മഹത്. തസ്യ അഭിപശ്യത, ആ ബ്രഹ്മാവ് അങ്ങനെ നോക്കി നിൽക്കെ, ഖഫ്ത, ആകാശത്തിൽ നിന്നുകൊണ്ട്, ക്ഷണേന കില ഭാരത, ഹേ ഭാരത, നിമിഷം കൊണ്ടത് വളർന്ന്, ഗജമാത്ര പ്രവവൃദ്ധേ, ആനയുടെ അത്രവുമായി വളർന്നു. പ്രവവൃദ്ധേ വളർന്നു, ഗജമാത്ര ആനയുടെ അത്രയും. തത് അത്ഭുതം അഭൂത് മഹത്, തത് അത്ഭുതം അഭൂത് മഹത്ത്, തത് അത്, മഹത്ത് അത്ഭുതം അഭൂത്, അത് മഹത്തായ ഒരു അത്ഭുതമായി തന്നെ പരിണമിച്ചു. ആർക്കും അത്ഭുതമാണ്. വെറുതെ ഇരുന്ന് ഒരാളുടെ മൂക്കിൽ നിന്ന് ഒന്ന് ചീറ്റിയപ്പോൾ ഒരു പന്നിക്കുട്ടിയാണ് താഴേക്ക് വീഴുക. അതൊരു അത്ഭുതമല്ലേ, അതിശയമല്ലേ. തസ്യാഭിവശ്യത ഖഫ്തക്ഷണേന കില ഭാരത ഗജമാത്ര പ്രവൃദ്ധേ തദത്ഭുതമപുന്മഹത്. തസ്യ അഭിപശ്യതഃ ഖഫ്തഃ ക്ഷണേന ഗജമാത്രഃ പ്രവവൃദ്ധേ, ഹേ ഭാരത, തത് മഹത് അത്ഭുതം അഭൂത്. തസ്യാഭിപശ്യത ഖഫ്തക്ഷണേന കില ഭാരത ഗജമാത്ര പ്രവവൃദ്ധേ തദത്ഭുതമഭൂത് മഹത്. തസ്യാഭിപശ്യത ഖഫ്തക്ഷണേന കില ഭാരത ഗജമാത്ര പ്രവവൃദ്ധേ തദത്ഭുതമഭൂത് മഹത്. മരീചി പ്രമുഖൈർവിപ്രൈ കുമാരൈർ മനുനാഭഃ ദൃഷ്ട്വാ തത് സൗകര്യം രൂപം തർക്കയാമാസ ചിത്രഥാ. മരീചി പ്രമുഖൈ വിപ്രൈ, സപ്തർഷിമാർ നേരത്തെ ഉണ്ടല്ലോ, സനകാദികളും ഉണ്ട്. മരീചി പ്രമുഖന്മാരായ വിപ്രന്മാരാൽ, മരീചി തുടങ്ങിയുള്ള പ്രമുഖരായിട്ടുള്ള വിപ്രൈഹി, വിപ്രന്മാരാൽ, ബ്രഹ്മവാദികളാൽ, കുമാരകൈഹി, കുമാരകന്മാരാൽ, കുമാരകന്മാർ സനകാദികളാണ്. അവരെന്നും കുമാരന്മാരായിട്ടിരിക്കുന്നത്, അവരെ കുമാരൻ എന്ന് മാത്രം പറഞ്ഞാൽ സനകാദികൾ എന്ന് കിട്ടും. കുമാരൈഹി മനുനാഭഃ, മനുവിനോടൊപ്പം, ദൃഷ്ട്വാത സൗകര്യം രൂപം, ആ പന്നിന്റെ രൂപം കണ്ടിട്ട്, തർക്കയാമാസ, വിചാരിച്ചു, ചിത്രഥ, പല പ്രകാരം. ഈ അത്ഭുതകരമായ ഭഗവാന്റെ ലീല കണ്ട് പല പ്രകാരത്തിലും ദേവന്മാർ വിചാരിച്ചു ഇതെന്തായിരിക്കും ഇങ്ങനെ വരാൻ കാരണം. ഓരോരുത്തരും അവരവരുടെ വിചാരങ്ങൾ, തർക്കങ്ങൾ എടുത്ത് ചിന്തിച്ചു തുടങ്ങി. മരീചി പ്രമുഖൈർ വിപ്രൈ കുമാരൈർ മനുനാഭഃ ദൃഷ്ട്വാ തത് സൗകര്യം രൂപം തർക്കയാമാസ ചിത്രഥാം. മരീചി പ്രമുഖൈഃ വിപ്രൈഃ കുമാരൈഃ മനുനാഭഃ സൗകര്യം തദ്രൂപം ദൃഷ്ട്വാ ചിത്രഥാ ചിന്തയാമഃ. മരീചി പ്രമുഖൈർ വിപ്രൈ കുമാരൈർ മനുനാഭഃ ദൃഷ്ട്വാ തത് സൗകര്യം രൂപം, സൗകര്യം സൗകര്യത്തെ സംബന്ധിക്കുന്നത്, പന്നിയെ സംബന്ധിക്കുന്നത്. തർക്കയാമാസ ചിത്രഥാം. മരീചി പ്രമുഖൈർ വിപ്രൈ കുമാരൈർ മനുനാഭഃ ദൃഷ്ട്വാ തത് സൗകര്യം രൂപം തർക്കയാമാസ ചിത്രഥാം. മരീചി പ്രമുഖൈർ വിപ്രൈ കുമാരൈർ മനുനാഭഃ ദൃഷ്ട്വാ തത് സൗകര്യം രൂപം തർക്കയാമാസ ചിത്രഥാം. കിമേതത് സൗകര്യവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോബിത ആശ്ചര്യമിതം നാസായാമേ വിനുസൃതം. കിമേതത്, ഇതെന്ത്?
സൗകര വ്യാജം, പന്നി എന്ന വ്യാജേന തത്വം ദിവ്യം അവസ്ഥിതം, തത്വമായി ദിവ്യമായ സ്ഥിതി ചെയ്യുന്ന, ദിവ്യം സ്വർഗത്തിലുള്ള ഈ പന്നിക്കുട്ടി വാസ്തവത്തിൽ ശരിയായ പന്നിക്കുട്ടിയല്ല. പന്നിക്കുട്ടി എന്ന വ്യാജേന മറ്റാരോ ഇവിടെ ജനിച്ചിരിക്കാം. തത്വം ദിവ്യം അവസ്ഥിതം, ദിവ്യമായ സത്വഗുണത്തിൽ ഉറച്ചിരിക്കുന്നവനായ അഹോബത ആശ്ചര്യമിതം നാഫായാമേ വിനിസ്വതം. അഹോബത ആശ്ചര്യമിതം, ഇതൊരു ആശ്ചര്യം തന്നെയാണ്. നാഫായാമേ വിനിസ്വത, എൻ്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു മഹാശ്ചര്യം തന്നെയാണ്. പന്നിയുടെ ആകൃതി പുറമേ കാണാമെങ്കിലും ആകാശത്തോളം മുട്ടി നിൽക്കുന്ന ഈ പ്രാണി ദിവ്യമായ എന്തോ ഒന്നാണ് എന്നുറപ്പാണ്. അതെൻ്റെ നാസികയിൽ നിന്നും പുറപ്പെട്ടത് മഹാശ്ചര്യം തന്നെയാണ്. കിമേതത് സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോബലാശ്ചര്യമിതം നാഥായാമേ വിനിസ്മൃതം. സൗകരവ്യാജം ഏതത് സത്വം കിം ദിവ്യം അവസ്ഥിതം മേ നാസായാഹ വിനിസ്മൃതം ഇദം അഹോബത ആശ്ചര്യം. കിമേതത് സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോബത ആശ്ചര്യമിതം നാസായാമേ വിനിസ്മൃതം. കിമേതത് സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോബതാശ്ചര്യമിതം നാസായാമേ വിനിസ്മൃതം. ദൃഷ്ടോങ്കുഷ്ടചിരോ മാത്രക്ഷണാം ഗണ്ഡശിലാഭമാം അഭിസ്വിത് ഭഗവാനേഷ യജ്ഞോ മേ ഖേദയന്മനാം. ദൃഷ്ടോ കണ്ടിട്ട്, അങ്കുഷ്ടശിരോ മാത്രം, പെരുവിരലിന്റെ അറ്റത്തിന് അത്രയേ ഉള്ളൂ വലിപ്പം. അങ്കുഷ്ട ശിരസ്, പെരുവിരലിന്റെ അറ്റം, മാത്ര അത്ര മാത്രമുള്ള വലിപ്പമേ ഉള്ളൂ. ക്ഷണാത് അല്പസമയം കൊണ്ട്, ഗണ്ഡശിലാസമ പർവ്വതത്തിന് തുല്യമായി തീർന്നു. ഗണ്ഡശില പർവ്വതമാണ്, അതിന് സമാനമായി തീർന്നു. അഭിസ്വിത് ഭഗവാനേഷ, ഇത് ഭഗവാൻ തന്നെയാണോ? യജ്ഞോമേ ഖേദയന്മന, മേ മനഃ ഖേദയൻ അഭിസ്വിത്, എൻ്റെ മനസ്സിനെ ഖേദിപ്പിക്കുക തന്നെയാണോ ചെയ്യുന്നത്? തനിക്കൊരു ആശങ്ക. ദിവ്യമായ ഒരു സ്വരൂപം കണ്ടപ്പോൾ ആശ്ചര്യം കൊണ്ട് പറയുകയാണ്. ആദ്യം ഇത് ഉണ്ടായി വരുമ്പോൾ പെരുവിരലിന്റെ അഗ്രം പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അല്പസമയം കൊണ്ട് പർവ്വതത്തിന്റെ അഗ്രഭാഗത്തോളം ഉയർന്നു വരുന്നതായിട്ട് കണ്ടു. സാക്ഷാൽ ഭഗവാൻ തന്നെ സ്വരൂപത്തെ എനിക്ക് കാണിക്കാതെ എൻ്റെ മനസ്സിനെ ഖേദിപ്പിക്കുന്നതിനായിട്ട് വേണ്ടിയാണോ ഇങ്ങനെ ശോഭിക്കുന്നത് എന്ന് ആശങ്കിക്കുകയാണ്. അഭിസ്വിത് അല്ലേ, ഭഗവാനേഷ യജ്ഞോമേ ഖേദയന്മന, യജ്ഞസ്വരൂപനായ ഭഗവാൻ എൻ്റെ മനസ്സിനെ ഖേദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ? ദൃഷ്ടമാത്രക്ഷണം ഗണ്ഡശിലാഭമാം അഭിസ്വിത് ഭഗവാനേഷ യജ്ഞോമേ ഖേദയന്മനാം. അങ്കുഷ്ടശിരോ മാത്രഃ മാത്രദൃഷ്ടഃ ക്ഷണാത് ഗണ്ഡശിലാഭമഃ യജ്ഞഃ ഭഗവാൻ ഏഷ.
മേ മനഃ ഖേദയൻ അഭിസ്വിച്ച് ദൃഷ്ടങ്കുഷ്ടശിരോ മാത്രക്ഷണാത് ഗണ്ഡശിലാഭമാം അഭിസ്വിത് ഭഗവാനേഷ യജ്ഞോ മേ ഖേദയൻ മനാം. അങ്കുഷ്ടശ്രൂ മാത്ര ദിഷ്ടഃ ക്ഷണാദ ഗണ്ഡശിലാഭമഃ യജ്ഞഃ ഭഗവാൻ ഏഷഃ മേ മനഃ ഖേദയൻ അഭിസ്വിത് ദൃഷ്ടോങ്കുഷ്ടശിരോ മാത്രക്ഷണാത് ഗണ്ഡശിലാഭമാം അഭിസ്വിത് ഭഗവാനേഷ യജ്ഞോ മേ ഖേദയൻ മനാം. ദൃഷ്ടോങ്കുഷ്ടശിരോ മാത്രക്ഷണാത് ഗണ്ഡശിലാഭമാം അഭിസ്വിത് ഭഗവാനേഷ യജ്ഞോ മേ ഖേദയൻ മനാം. ഇത് മീമാംസതസ്തസ്യാം ബ്രഹ്മണഃ സഹ പൂനുഭിः ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജ അഗേന്ദ്രഫന്നിഭ. ഇത് മീമാംസതഃ തസ്യ, ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ, മീമാംസയ്ക്ക് വിചാരം, ചിന്ത എന്നൊക്കെ അർത്ഥമുള്ളത്. ഇത് മീമാംസതഃ തസ്യ, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന തസ്യ ബ്രഹ്മണഃ, ആ ബ്രഹ്മാവിന്റെ സഹ പൂനുഭി, പുത്രന്മാരോടൊപ്പം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനെ ഭഗവാൻ യജ്ഞപുരുഷോ, യജ്ഞപുരുഷനായ ഭഗവാൻ ജഗർജ അഗേന്ദ്രഫന്നിഭ, ജഗർജ ഗർജിച്ചു, അഗേന്ദ്രഫന്നിഭൻ പർവ്വതത്തിന് തുല്യനായ, അകം പർവ്വതം, അഗേന്ദ്രൻ പർവ്വതശ്രേഷ്ഠൻ, അഗേന്ദ്രഫന്നിഭം തുല്യം, പർവ്വതശ്രേഷ്ഠന് തുല്യമായിരിക്കുന്ന അവൻ ജഗർജ ഗർജിച്ചു എന്നർത്ഥം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവ്, പുത്രന്മാരോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവിന്റെ മുമ്പിൽ യജ്ഞപുരുഷനായ ഭഗവാൻ ഒരു പർവ്വത സമാനമായി വളർന്നു വലുതായിട്ട് ഗർജിച്ചു കാണിച്ചു. ഇതിമീമാംസതസ്തസ്യ ബ്രഹ്മണഃ സഹ പൂനുഭിः ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്രഫന്നിഭാം. പൂനുഭിः സഹ ബ്രഹ്മണഃ ഇതി മീമാംസതഃ അഗേന്ദ്രഫന്നിഭः ഭഗവാൻ യജ്ഞപുരുഷः ജഗർജ. ഇതി മീമാംസതസ്തസ്യ ബ്രഹ്മണഃ സഹ പൂനുഭിः ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്രഫന്നിഭാം. ഇതി മീമാംസതസ്തസ്യ ബ്രഹ്മണഃ സഹ പൂനുഭിः ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്രഫന്നിഭാം. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താശ്ച സ്വഗർജിതേന കൗഭ പ്രതിസ്വനേതാ വിഭൂ. ബ്രഹ്മാണം ഹർഷയാമാസ, ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു. ഹരിഹി താഹച ദ്വിജോത്തമാൻ, ഹരി സന്താപങ്ങളെ ഹരിക്കുന്നവനായ, താഹച ദ്വിജോത്തമാൻ ആ ദ്വിജോത്തമന്മാരെയും, സ്വഗർജിതേന സ്വന്തം ഗർജിതം കൊണ്ട്, കകുപഹ വിദിക്കുകളെയും, പ്രതിഫനയതാ വിഭു പ്രതിധ്വനിപ്പിക്കുന്നവനായ വിഭു ഭഗവാൻ. പ്രതിഫനയത, പ്രതിഫനം, പ്രതിശബ്ദം, പ്രതിധ്വനി, പ്രതിഫനയത, അങ്ങനെ പ്രതിധ്വനി ഉണ്ടാക്കുന്നവനായ വിഭുഹു സർവ്വവ്യാപിയായ ഭഗവാൻ. ബ്രഹ്മാണം ഹരിഹി വിഭുഹു കകുഭഃ പ്രതിഫനേത സ്വഗർജിതേന ബ്രഹ്മാണം താൻ ദ്വിജോത്തമാൻ ഹർഷയാമ. ഇങ്ങനെ നോക്കിയിരിക്കെ ആ ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു. ഹർഷയാമാസ ഹരിഹി താശ്ച ദ്വിജോത്തമാൻ, അവിടെ ഇരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരെയും സന്തോഷിപ്പിച്ചു.
ഇപ്പൊ ഗർജിതേന സ്വന്തം ഗർജിതം കൊണ്ട് കകുഭ വിദിക്കുകളെ പ്രതിഫനയതാവിപ്പോ വിദിക്കുകളിൽ പ്രതിധ്വനി ഉണ്ടാക്കുന്നവനായ ഭഗവാൻ ഗർജിച്ചു. വിഭുവാണ് ഭഗവാൻ എന്ന് പറഞ്ഞത് ഭക്തന്മാരുടെ സമസ്ത ദുഃഖങ്ങളും പരിഹരിച്ചു കൊടുക്കാൻ ബദ്ധസ്ഥനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് സമർത്ഥനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ വിഷ്ണു ഓരോ ദിക്കിൽ നിന്നും പ്രതിധ്വനി ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഗംഭീരമായി ഗർജിച്ചു. കിഴക്കുനിന്ന്, തെക്കുനിന്ന്, പടിഞ്ഞാറുനിന്ന്, വടക്കുനിന്ന്, മുകളിൽ നിന്ന്, താഴേന്ന് ഒക്കെ കകുഭാഫുഗർജിതേന പ്രതിഫനേത. അപ്പൊ കിഴക്കോട്ട് നിന്ന് ഗർജിച്ചാൽ അതിൻ്റെ പ്രതിധ്വനി ആ ദിക്കിൽ മുഴുവനും കേൾക്കാൻ പറ്റും. അങ്ങനെ ഏത് ദിക്കിലേക്കാണോ നിൽക്കുന്നത് ആ ദിക്ക് മുഴുവൻ അതിൻ്റെ പ്രതിധ്വനി കൊണ്ട് നിറഞ്ഞു നിന്നു. അത് മരീച്യാദികളെയും ബ്രാഹ്മണരെയൊക്കെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കാൻ കാരണമായി. ബ്രഹ്മാണം ഹർഷയാമാസാഹരിസ്താശ്ചദ്വിജോത്തമാൻ സ്വഗർജിതേന കകുഭ പ്രതിഫനയതാ വിഭു. ഹരിഹി വിഭു കകുഭ പ്രതിഫനയതാം സ്വഗർജിതേന ബ്രഹ്മാണം താൻ ദ്വിജോത്തമാൻ ഹർഷയാമാസ. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താശ്ചദ്വിജോത്തമാൻ സ്വഗർജിതേന കകുഭ പ്രതിഫനയതാ വിഭു. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താംശ്ചദ്വിജോത്തമാൻ സ്വഗർജിതേന കകുഭ പ്രതിഫനയതാ വിഭു. ഇനി ഈ ശബ്ദം കേട്ടിട്ട് ഭഗവാൻ ചെയ്യുന്ന ഭൂമിയെ എടുത്ത് പൊക്കി മേടിക്കൊണ്ടിരുന്നതും അപ്പോൾ തടയാൻ വന്ന ഹിരണ്യാക്ഷൻ നിഗ്രഹിക്കുന്നതും, അതുകൊണ്ട് വേദസ്വരൂപനായ ഭഗവാനെ ദേവൻ നമസ്കരിക്കുന്നു. ഇതാണ് വരാഹാവതാരത്തിൻ്റെ 3 ഘട്ടങ്ങൾ. അത് 3 ഇതിനകത്ത് വരച്ചു കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മുഴുവൻ തീരില്ല, ബാക്കി ഭാഗം അടുത്ത ദിവസം എടുക്കാം. ഇന്നിവിടെ ഉപസംഹരിക്കാം. ഉപസംഹരിച്ചതിന് ശേഷം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.